കോർപ്പറേഷനിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചില ടേംസ് കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടില്ല. അത് സെലക്ട് ചെയ്തിട്ട് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മെയിൻ ചാപ്റ്ററല്ലേ ബാക്കി വരുന്നുള്ളൂ. അത് നിങ്ങൾ വരുമ്പോൾ എടുക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ വിട്ടുപോയിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ജനറൽ ബോഡി ഓർ ദി ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ടും കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടുന്ന മീറ്റിംഗ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് കൺവീൻ ചെയ്യാത്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു കാരണവശാലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പെർമിറ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇല്ല. അതല്ല എങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊമോട്ടിംഗ് കമ്മിറ്റിക്ക് സാധിക്കാത്തത് എന്ന് സംബന്ധിച്ചുള്ള റെക്വിസിഷൻ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുകയും രജിസ്ട്രാർ ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും. പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇല്ല. ഇനി അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കേണ്ടുന്ന മീറ്റിംഗ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് ദി ലാസ്റ്റ്. പിന്നെ അതിന് ശേഷം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ യാതൊരു വിധത്തിലുള്ള പ്രൊസീഡിങ്സും അണ്ടർടേക്ക് ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ പോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത് ചീഫ് പ്രൊമോട്ടറാണ്. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വിളിക്കാനായിട്ട് അർഹതപ്പെട്ടിട്ടുള്ള ആള് എന്ന് പറയുന്നത് ദ ലിക്വിഡേറ്റർ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് he shall summarize all the proceedings undertaken by him for the final winding up of the cooperative society and the activities undertaken by him in connection with the liquidation proceedings of the cooperative society, and he has to report what sum remains in his hand, if any, and the general body can decide to utilize the surplus fund to any local objects or for public utility. വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് ജനറൽ ബോഡി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ലിക്വിഡേറ്റർ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ വൈൻഡിങ് അപ്പ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ അസറ്റ് റിക്കവർ ചെയ്തു, എന്തൊക്കെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്തു, കോൺട്രിബ്യൂഷനായിട്ട് പ്രസൻറ്റ് മെമ്പേഴ്സിൽ നിന്ന്, പാസ്റ്റ് മെമ്പേഴ്സിൽ നിന്ന്, പ്രസൻറ്റ് ഓഫീസേഴ്സിൽ നിന്ന്, പാസ്റ്റ് ഓഫീസേഴ്സിൽ നിന്ന് എത്രയെല്ലാം തുകകളാണ് പിരിച്ചെടുത്തിട്ടുള്ളത്, അതിൽ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഉൾപ്പെടെ എന്തെല്ലാം ചെലവുകളാണ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ലിക്വിഡേറ്റർ സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ചില കേസിൽ എക്സസ് ഫണ്ട് ലിക്വിഡേറ്ററുടെ കൈവശം ഉണ്ടായി എന്ന് വരും. അസറ്റ് റിയലൈസ് ചെയ്തിട്ട് ലയബിലിറ്റി പേ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ, അതേപോലെ മെമ്പർമാർ കൊടുക്കാനുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ പൂർണ്ണമായിട്ട് കളക്ട് ചെയ്തു കഴിഞ്ഞാൽ ദുർലഭം ചില കേസിലെങ്കിലും ലിക്വിഡേറ്ററുടെ കൈവശം എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ്. കാരണം ഫൈനൽ അതോറിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ വൈൻഡപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് മെമ്പേഴ്സ് എന്നുള്ള റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ബൈലോ പ്രകാരവും ആക്ട് ആൻഡ് റൂൾ പ്രകാരവും നിലനിൽക്കുന്നത് കൊണ്ട് ബാക്കി വരുന്നതായിട്ടുള്ള ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്നത്
ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബാക്കി വന്നിട്ടുള്ള ഫണ്ട് എന്ത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിലുള്ള പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പിന്നെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഏത് വിധത്തിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടുന്നത് എന്ന് ഈ പറയുന്ന ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മെമ്പേഴ്സിന് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഡിസിഷൻ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് വെറൊരു മീഡിയേറ്റർ ആണ് ഇൻ ബിറ്റ്വീൻ ദി രജിസ്ട്രാർ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാര്യങ്ങൾ കോഓർഡിനേറ്റ് ചെയ്തിട്ട് ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അവസാനിപ്പിക്കുന്നതിനുള്ളൊരു ഇൻ്റർമീഡിയറി എന്നുള്ള രൂപത്തിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മൾ ഈ പറയുന്ന ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്റർക്ക് ഒന്നും ഡിസൈഡ് ചെയ്യാൻ സാധിക്കില്ല. ലിക്വിഡേറ്ററുടെ കയ്യിൽ എക്സസ് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ഫണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പബ്ലിക്കിനോട്, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിനോട് ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്ന സമയത്ത് സംശയമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് വിനിയോഗിക്കേണ്ടുന്നത് എന്ന് അവർ തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കണമെങ്കിൽ ദർ ഷുഡ് ബി ദ പെർമിഷൻ ഫ്രം ദി രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നത് സംബന്ധിച്ചും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളിൽ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മീറ്റിങ്ങുകൾ, എസ്പെഷ്യലി ജനറൽ ബോഡി മീറ്റിങ്ങുകൾ എങ്ങനെയാണ് കൺവീൻ ചെയ്യേണ്ടുന്നത് എന്ന് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനനുസരിച്ചാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യുന്നത്. ഇനി ആ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയിട്ടാണ് ലിക്വിഡേറ്റർ ഫൈനൽ മീറ്റിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യുന്നത്. സോ ആസ് പെർ ദി പ്രൊവിഷൻസ് included in the bylaw of the cooperative society, notice of the general body shall be sent upon all the members in accordance with the provision included in the bylaw. ഏത് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് മീറ്റിംഗ് കൺവീൻ ചെയ്യണമെങ്കിലും എല്ലാ മെമ്പേഴ്സിനും നിർബന്ധമായിട്ട് അതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവണം. അതാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ 21 ദിവസം മുമ്പ് കൊടുക്കും, ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിൽ 15 ദിവസം മുമ്പേ കൊടുക്കുന്നുണ്ടാവും. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനനുസരിച്ച് അത്രയും ദിവസം ഇൻ അഡ്വാൻസ് ആയിട്ട് നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള നോട്ടീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പ്രൊസീജിയർ ഓഫ് കൺവീനിങ് ദി ജനറൽ ബോഡി എന്ന് പറയുന്നതും ബൈലോയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ 21 ക്ലിയർ ഡേയ്സ് അല്ലെങ്കിൽ 15 ക്ലിയർ ഡേയ്സ് എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ എങ്കിൽ ആ പ്രൊവിഷൻ അനുസരിച്ചുള്ള നോട്ടീസ് നിർബന്ധമായിട്ട് മെമ്പേഴ്സിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ 1000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഒരേ സമയത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രത്യേകമായിട്ട് മെമ്പേഴ്സിന് നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തി ആയതുകൊണ്ട് പലപ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബൈലോയിൽ 2 ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ 2 ദിവസം ജനറൽ ബോഡിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്താൽ മതി എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പിന്നെ പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും നോട്ടീസ് അയക്കേണ്ടുന്ന കാര്യമില്ല. നോട്ടീസ് എന്ന് പറയുന്നത് ഒരു തവണയല്ല 2 ദിവസം ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെങ്കിൽ ആ രജിസ്റ്റേർഡ് ഓഫീസ് നിൽക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് വൈഡായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന 2 ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ 2 ദിവസം ഈ മാറ്റർ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാം. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി
നെക്സ്റ്റ് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യണമെങ്കിൽ അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അമെൻമെൻറ്റ് അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുന്നത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അതല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അങ്ങനെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് കൂടുന്നത് എങ്കിൽ 7 ദിവസത്തെ നോട്ടീസ് സബ്മിറ്റ് ചെയ്താൽ തന്നെ ധാരാളം മതി. 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, amalgamation and division of cooperative societies, change in the liability of the cooperative societies, expulsion of a member from the cooperative society എന്നൊക്കെ പറയുന്ന പ്രൊവിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 7 ക്ലിയർ ഡേയ്സിൻ്റെ നോട്ടീസ് എന്ന് പറയുന്നത് തന്നെ ധാരാളമായിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇനി കോറം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രസിഡൻ്റാണ് മീറ്റിംഗ് ചെയർ ചെയ്യേണ്ടുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ മീറ്റിങ്ങിൻ്റെ ദിവസം പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ ചെയർമാന് വരാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആയിരിക്കും ഈ പർട്ടിക്കുലർ മീറ്റിംഗ് ചെയർ ചെയ്യുന്നത്. അപ്പോൾ കോറം എന്ന് പറയുന്നത് എണ്ണമായിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടോ അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ 10% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നോ അല്ലെങ്കിൽ 20% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നോ അതല്ലെങ്കിൽ 50 മെമ്പേഴ്സ് എണ്ണമായിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലാണ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മീറ്റിംഗ് വാലിഡ് ആവുക എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അത്രയും ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ജനറൽ ബോഡി മീറ്റിങ്ങിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് ഈ പറയുന്ന മീറ്റിംഗ് അഡ്ജോൺ ചെയ്തിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. പക്ഷേ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് ഈ പറയുന്ന പ്രൊവിഷൻസ് ഒരു കാരണവശാലും ആപ്ലിക്കബിൾ അല്ല. കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓൾറെഡി വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞു. പിന്നെ മെമ്പേഴ്സിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്തത് എന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്രത്യേകമായിട്ട് കോറം നോക്കാനോ അതല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള അത്രയും ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യാനോ ഒന്നും നിൽക്കേണ്ടെന്ന ആവശ്യമില്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ലിക്വിഡേറ്റർക്ക് മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി 2/3 മെജോറിറ്റിയുടെ പെർമിഷൻ, ചില സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങുകൾ കൂടുമ്പോൾ 2/3 മെജോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ മീറ്റിങ്ങിനെ വാലിഡായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചേഞ്ച് ഓഫ് ദി ലയബിലിറ്റി ഓഫ് ദി സൊസൈറ്റി, അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോ ഓഫ് ദി സൊസൈറ്റി, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് എക്സ്പൾഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത്രയും കാര്യങ്ങളിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2/3 മെജോറിറ്റിയുടെ പെർമിഷൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് നമ്മൾ അന്ന് പറയാനായിട്ട് ബാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്, ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചേർത്തിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ദ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ, അതേപോലെ ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. Provision according to section 42 of the Cooperative Societies Act, the government shall directly or indirectly subscribe share capital from the cooperative societies constituted with limited liability. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആയിട്ട് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും സെക്ഷൻ 42 അനുസരിച്ച് ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. ഏതൊക്കെ സൊസൈറ്റിയിലാണ് എങ്ങനെയാണ് എന്നുള്ളത്
government can decide, and according to section 42 of the Cooperative Societies Act, in all apex cooperative societies, government is responsible to contribute, or government is responsible to subscribe to the share capital of a cooperative society. But government is also considering as the ordinary member of the cooperative society, and that is why it is not eligible to claim higher rate of dividend than that the rate is allowed to the ordinary members of a cooperative society. ഗവൺമെൻറ്റിന് RCS കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സെക്ഷൻ 42 അനുസരിച്ച് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെല്ലാം തന്നെ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ് നിർബന്ധമായിട്ടും ഷെയർ ക്യാപിറ്റൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഗവൺമെൻറ് മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിന് മറ്റ് മെമ്പർമാർക്കുള്ളതിനേക്കാൾ കൂടിയ പ്രിവിലേജ് ഒന്നും ഒരു കാരണവശാലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ അല്ല. മറ്റുള്ള അംഗങ്ങൾക്ക് എത്രയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്കിൽ അതേ റേറ്റ് മാത്രമേ ഗവൺമെൻറ്റിനും പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് ആവശ്യമുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ക്ലെയിം ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഗവൺമെൻറ് നേരിട്ടല്ല ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ദ ഗവൺമെൻറ് ഓതറൈസസ് to provide fund to a society for the purchase of shares in other cooperative societies with limited liability. അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ് നേരിട്ട് സെക്ഷൻ 42 അനുസരിച്ച് ഗവൺമെൻറ് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സെക്ഷൻ 43 അനുസരിച്ച് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നേരിട്ടല്ല ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓതറൈസസ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് to provide capital on behalf of the government in such type of societies with limited liability. Limited liability societies ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളല്ലാത്ത മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ചില പ്രത്യേക ഓർഗനൈസേഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതിനനുസരിച്ചാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും വെദർ ഇറ്റ് ഈസ് പ്രൈമറി സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി, ഗവൺമെൻറ് ഈസ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ. ആൻഡ് ഇൻ അപ്പെക്സ് സൊസൈറ്റീസ് government is directly contributing share capital, and in other type of societies government is indirectly contributing share capital of such a type of societies. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, and other one is subsidiary state partnership fund. അങ്ങനെ രണ്ട് ഫണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നിർബന്ധമായിട്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 44 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, any fund received by an apex society from the government, it should be credited to a specified fund which is called the principal state partnership fund. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഡയറക്റ്റ് ആയിട്ടും മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഗവൺമെൻറ്റിൽ നിന്ന് ഒരു അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും സോഴ്സിൽ ഫണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ ഫണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് സെക്ഷൻ 45 അനുസരിച്ച് സൂക്ഷിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫണ്ട് ഈസ് കോൾഡ് ബൈ ദ ടേം ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 45 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, it can be utilized for
3 ഡിഫറെൻറ്റ് പർപ്പസസ്. ഈ പറയുന്ന സെക്ഷൻ 44 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന ചില പ്രധാന പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ പറയുന്ന ഫണ്ട് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ഫോം ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പെക്സ് സൊസൈറ്റി സൂക്ഷിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് ഗവൺമെൻറ് കൊടുക്കുന്നതായിട്ടുള്ള തുക ഉപയോഗിച്ചിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടാണ്. ആൻഡ് ദിസ് ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അതിൻ്റെ താഴെ വരുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി അതല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റികളിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദ അപ്പെക്സ് സൊസൈറ്റി മേ ഓൾസോ യൂട്ടിലൈസ് ദിസ് ഫണ്ട് ഫോർ പ്രൊവൈഡിങ് മണി ടു സെൻട്രൽ society to enable that society to purchase shares of primary cooperative societies with limited liability. സാധാരണ സംഭവിക്കുന്നത് ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫണ്ട് സാധാരണയായിട്ട് അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റികളിൽ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഏതെങ്കിലും സെൻട്രൽ സൊസൈറ്റിക്ക് ഏതെങ്കിലും പ്രൈമറി സൊസൈറ്റികളിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ സെൻട്രൽ സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒരു വിഹിതം സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഫണ്ട് ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ്ഡ് for making payment to government in connection with the refund of shares, specified that that particular fund shall not be utilized for any other purpose. അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത് പറഞ്ഞത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന പേരിലൊരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിക്കാം. രണ്ടാമത് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഏതെങ്കിലും സെൻട്രൽ സൊസൈറ്റികൾക്ക് പ്രൈമറി സൊസൈറ്റികളിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ ഷോർട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാതെ യാതൊരുവിധ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇനി അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് സെക്ഷൻ 45 അനുസരിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എനി ഫണ്ട് റിസീവ്ഡ് ബൈ എ സെൻട്രൽ സൊസൈറ്റി ഫ്രം ദി അപ്പെക്സ് സൊസൈറ്റി ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു എ സ്പെസിഫൈഡ് അക്കൗണ്ട് വിച്ച് ഈസ് കോൾഡ് ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് ഇനി നേരത്തെ പറഞ്ഞ പോലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു അപ്പെക്സ് സൊസൈറ്റി ഇൻ കണക്ഷൻ വിത്ത് ദ റീഫണ്ട് ഓഫ് ഷെയർസ് ഓർ അതർവൈസ്. അവർക്ക് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് രണ്ട് പ്രധാനമായിട്ടുള്ള ഫണ്ടുകളായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 43 സെക്ഷൻ 45 ആൻഡ് 44 പറഞ്ഞിട്ടുള്ളത്. 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, 45 എന്ന് പറയുന്നത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 42 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ
ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ. സെക്ഷൻ 43 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. എനിക്ക് തോന്നുന്നു ഇത് തിയറി പേപ്പറിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. പിന്നെ ഇനി ഞാനത് അതിൽ ആ പേപ്പറിൽ പറഞ്ഞിട്ടില്ല. ഈ പേപ്പറിൽ ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. എന്നാലും അതിനി പറഞ്ഞു തന്നില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നത്. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന 3 ടേംസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. വൺ ഈസ് അപ്പീൽ, സെക്കൻഡ് വൺ ഈസ് റിവിഷൻ ആൻഡ് തേർഡ് വൺ ഈസ് റിവ്യൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രൊവിഷൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊവിഷൻസാണ് ഇനി നമ്മൾ പറയുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 81 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലുണ്ടാകുന്നതായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നതാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പേരിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ മെമ്പർ to exercise the powers and discharge the functions conferred according to section 81 of the Cooperative Societies Act. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന നിശ്ചിത ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രിബ്യൂണൽസിന് ആണെങ്കിൽ ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം. ഓരോരുത്തരെയും അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവരേത് ജൂറിസ്ഡിക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് അധികാര പരിധിയിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാം. അറ്റ് പ്രസൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരാളെയാണ്. കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെയാണ് ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ മുഖാന്തരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി കൂടുതൽ കേസുകൾ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് വരാനും അതേപോലെ തന്നെ കേസ് ഫയൽ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ട്രിബ്യൂണലിന് വേണമെങ്കിൽ സിറ്റിംഗ് നടത്താം. അപ്പോൾ കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തിൽ നിന്ന് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലേസസാണ്. അപ്പോൾ അവിടെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലുണ്ടാകുന്ന ഏതെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും തിരുവനന്തപുരം വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ലാത്തത് കൊണ്ട് ട്രിബ്യൂണലിന് ഉചിതമാണ് എന്ന് തോന്നുകയാണെങ്കിൽ കോഴിക്കോടോ അതല്ലെങ്കിൽ കണ്ണൂരോ കാസർഗോഡോ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ സിറ്റിംഗ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലുണ്ട്. നിയമപ്രകാരം സെക്ഷൻ 81 അനുസരിച്ച് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യത്തക്ക വിധത്തിൽ ഒരു വ്യക്തിയാണ് ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ള പേരിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഇന്ന ആളെ ഇന്ന സമയം മുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇന്ന ഡേറ്റിനുള്ള ഇന്ന നമ്പറിൽ സർക്കുലർ പ്രകാരം കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് നിർബന്ധമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻറ്റോട് കൂടിയിട്ടാണ് ഒരാളെ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പോസ്റ്റിൽ നിയോഗിക്കുന്നത്. ഇനി അങ്ങനെ ട്രിബ്യൂണലായിട്ട് നിയോഗിക്കുന്ന സമയത്ത് അയാളുടെ സാലറി എത്രയാണ്, അലവൻസസ് എത്രയാണ്, അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആർ ഓൾസോ to be described or decided by the government from time to time. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് അയാളുടെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള പരമാധികാരി എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ സാലറി, അലവൻസസ്, മറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള പരമാധികാരി എന്ന് പറയുന്നതും ഈ പറയുന്ന ഗവൺമെൻറ്റാണ്. അതാണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത്. ആൻഡ് സബ്സെക്ഷൻ 4 empowers the government to make rules regarding the procedure to be followed by the tribunal. ട്രിബ്യൂണലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഏതെല്ലാം വിധത്തിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏതെല്ലാം വിധത്തിലാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന റൂൾസ് ഫ്രെയിം
ചെയ്യുന്നതിനും അത് പബ്ലിഷ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അല്ലാതെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതല്ല കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ, അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് പ്രകാരം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള വിങ്ങാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് മാത്രമേ അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് സമയത്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് അടുത്ത ഒരു പ്രൊവിഷൻ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രൊവിഷൻ ആസ് ടു സർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ്, that is according to section 81A of the Cooperative Societies Act, all appeals, review petitions or applications of revision pending before the appellate authority prior to the commencement of this act shall stand transferred to the tribunal except the orders relating to section 32 and 33 which shall be sent to the government for ഡിസിഷൻ. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഈ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന സെക്ഷൻ 81 അനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പീൽ, റിവിഷൻ അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രിബ്യൂണലിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സെക്ഷൻ 32 ആൻഡ് 33 അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പെൻഡിങ് കേസുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി സെൻഡ് ടു ദ ഗവൺമെൻറ് ഫോർ ഫൈനൽ ഡിസിഷൻ. സെക്ഷൻ 32 എന്ന് പറയുന്നത് സൂപ്പർ സെഷനാണ്. സെക്ഷൻ 33 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി കമ്മിറ്റി ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കമ്മിറ്റി ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസാണ് സെക്ഷൻ 33 വരുന്നത്. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓഫീസിൽ തുടരുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുവദിക്കാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കമ്മിറ്റിയെ നിർബന്ധപൂർവം സൊസൈറ്റിയുടെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നതാണ് സൂപ്പർ സെഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈ രണ്ട് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കേസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്പ്യൂട്ടുകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു ദ ഗവൺമെൻറ് ഫോർ ഫൈനൽ ഡിസിഷൻ. അപ്പോൾ പറയുന്നത് ഇതാണ്, കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ എന്ന് പറയുന്ന പെൻഡിങ് കേസുകൾ കടക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ സെക്ഷൻ 32 ആൻഡ് 33 അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പെൻഡിങ് പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഗവൺമെൻറ്റിന് ഫൈനൽ ഡിസിഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് ഈസ് അപ്പീൽ ടു ദ ട്രിബ്യൂണൽ. നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അപ്പീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊല്ലം യുവജനോത്സവമൊന്നുമില്ല COVID-19 പശ്ചാത്തലത്തിൽ. അതല്ലെങ്കിൽ സബ് ജില്ലയിൽ മത്സരിക്കുന്ന ആൾക്ക് അവിടെ ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കുക എന്ന് പറയും. സബ് ജില്ലയിലുള്ള ഒരു ജില്ലയിലേക്ക് പോകാൻ, ജില്ലയിലുള്ളവർ പിന്നെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ ഒക്കെ നമ്മൾ അപ്പീൽ എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അപ്പീൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 82 an appeal to the tribunal in certain cases may be made by the aggrieved person within 60 days. ഏതെങ്കിലും ഒരു കേസ് ഇപ്പോൾ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലോ
അല്ലെങ്കിൽ ഹൈക്കോർട്ടിലോ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിസിഷൻ എന്താണ് അത് സ്വീകാര്യമല്ല എങ്കിൽ, അതല്ലെങ്കിൽ അയാൾ അനാവശ്യമായിട്ട് അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ അയാളെ കുറ്റം ചാർത്തി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അയാൾക്ക് ആ തീരുമാനം റദ്ദാക്കാനായിട്ട് അല്ലെങ്കിൽ ആ തീരുമാനം വീണ്ടും പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ മേൽക്കോടതിയായിട്ടുള്ള ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. എന്നാണ് അയാൾക്ക് ഫൈനലായിട്ടുള്ള തീരുമാനം കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 60 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പീൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതേതൊക്കെയാണ് കേസുകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ആൻ അവാർഡ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 70. ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 70. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയും അതിനെഗൻസ്റ്റായിട്ട് അവർ കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം വരുന്നത് വരെ ലിക്വിഡേറ്റർക്ക് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള അവാർഡ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്തതിന് അഗൻസ്റ്റായിട്ട് അവർക്ക് വേണമെങ്കിൽ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ പ്രൊവിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പ്രൊവിഷനായിട്ട് പറയുന്നത്, ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ under clause 2 of subsection 8 or clause 2 of subsection 9 of section 14. Transfer of assets and liabilities of a കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് സെക്ഷൻ 14 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രജിസ്ട്രാർക്ക് അതല്ലെങ്കിൽ കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, എനി ഡിസിഷൻ ഓർ ദി ഓർഡർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 70. ആർബിട്രേഷൻ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ആർബിട്രേഷൻ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള എന്തെങ്കിലും പെൻഡിങ് കേസുകൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലിക്വിഡേറ്ററെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് അഗൻസ്റ്റായിട്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന, എനി ഡിസിഷൻ അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 70 ഓഫ് ദി പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദാറ്റ് ബിഹാഫ്. ആർബിട്രേഷൻ തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള മറ്റൊരു പ്രൊവിഷനാണ് പറയുന്നത്. ആർബിട്രേഷൻ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് ഫൈനലൈസ് ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിന് അഗൻസ്റ്റായിട്ട് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് മാനേജിംഗ് കമ്മിറ്റിക്ക് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. ആൻഡ് നെക്സ്റ്റ്, any award of the arbitrator under section 3 of section 70. award of the arbitrator എന്ന് പറഞ്ഞാൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് ആർബിട്രേറ്റർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് അഗൻസ്റ്റായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് അപ്പീൽ ടു അതർ അതോറിറ്റീസ്. ഇതിപ്പോൾ ട്രിബ്യൂണലിന് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പീൽ ടു അതർ അതോറിറ്റീസ്, ഈ ട്രിബ്യൂണലിന് അല്ലാതെ നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വേറെ ചില അതോറിറ്റീസിന് നമുക്ക് കിട്ടിയിട്ടുള്ള വെർഡിക്റ്റിൽ നമുക്ക് അസംതൃപ്തി ഉണ്ട് എങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത്, ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ
made under subsection 12 of section 7 refusing to register a cooperative society. നമ്മൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രൊവിഷൻ. വിത്തൗട്ട് എനി വാലിഡ് ആൻഡ് ഗ്രൗണ്ട് റീസൺ registrar of cooperative society cannot deny the registration of cooperative societies. നമ്മൾ കുറേ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിശ്ചിത മാതൃകയിലുള്ള അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടായിരിക്കണം, മിനിമം 25% ഉണ്ടായിരിക്കണം, അവർ ഡിഫറെൻറ്റ് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കണം, അവരുടെ പേരും വ്യക്തമായിട്ടുള്ള അഡ്രസ്സും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റലും അടങ്ങുന്നതായിട്ടുള്ള ലാൻഡ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ബൈലോയുടെ 3 കോപ്പി കൊടുത്തിട്ടുണ്ടായിരിക്കണം, നിശ്ചിത മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവണം, ബാങ്കിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള സൗണ്ട്നെസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എല്ലാം പരിശോധിച്ചിട്ട് അതിൽ വാലിഡായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ ഡിനൈ ചെയ്യുന്നതിന് യാതൊരു കാരണവും ഇല്ലാതെയും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ രജിസ്ട്രേഷൻ താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം രജിസ്ട്രേഷൻ വൈകിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾക്കെതിരെ നിർബന്ധമായിട്ടും അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അണ്ടർടേക്ക് ചെയ്യാം. ആൻഡ് സെക്കൻഡ് പറയുന്നത് ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 4 and 6 of section 12 refusing to register the amendment of the bylaw of a cooperative society. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ബൈലോ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറുന്നതിനനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് എന്തെല്ലാം വിധത്തിലുള്ള പ്രൊവിഷൻസാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉപയോഗിക്കേണ്ടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊവിഷൻസ് പ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമെൻമെൻറ്റ് ഓഫ് ബൈലോയ്ക്ക് ആവശ്യം വരുന്ന എല്ലാ പ്രൊവിഷൻസും കംപ്ലീറ്റ് ചെയ്യുകയും അത് സംബന്ധിക്കുന്നതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടും ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രാർ വൈമുഖ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അണ്ടർടേക്ക് ചെയ്യാം. ഇനി എനി ഡിസിഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് society refusing to admit any person as a member of the cooperative society or expelling a member from the cooperative society. നമ്മൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഇല്ലാത്ത ഒരാൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിനുണ്ട്. പക്ഷേ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ പൊസിഷൻ്റെ പേരിലോ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ പൊസിഷൻ്റെ പേരിലോ ഇൻകത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ സെക്സിൻ്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റി അണ്ടർടേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ നിരത്തി അയാളെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് അപ്പീൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 67 കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ അപ്പോർഷൻ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ അപ്പോർഷൻ ദി കോസ്റ്റ് ഓഫ് ദി എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ അണ്ടർടേക്കൺ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 67 നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായമായിട്ടുള്ള രീതിയിലായിരിക്കണം
രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുള്ള ക്രെഡിറ്റർ എന്നാൽ പിന്നെ പരമാവധി ചൂഷണം ചെയ്തളയെന്ന് വിചാരിച്ചിട്ടോ ഏതെങ്കിലും ഒരാളുടെ പേരിൽ അമിതമായിട്ട് കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിട്ടുള്ള നടപടിയാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ്, ആൻ ഓർഡർ ഓഫ് സർചാർജ് മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 68 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. പീനലൈസിങ് ഒഫൻസസ് വരുന്ന സമയങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നതാണ് സെക്ഷൻ 68 സർചാർജ്. കാര്യമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ക്രിമിനൽ ഒഫൻസസോ അതല്ലെങ്കിൽ അതുപോലുള്ള മാൽ പ്രാക്ടീസസ്, ഫ്രോഡ്, മിസ്അപ്രോപ്രിയേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഏതെങ്കിലും മെമ്പേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ പറയുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ചെയ്തിട്ടുണ്ട് എന്ന് സംശയാതീതമായിട്ട് രജിസ്ട്രാർക്ക് തെളിയിക്കാനായിട്ട് സാധിക്കാതെ ഏതെങ്കിലും ആളുടെ പേരിൽ സർചാർജ് നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അഗൻസ്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൺസേൺഡ് പാർട്ടീസിന് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത്, അനാവശ്യമായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് കാണിച്ചിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഓർഡർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഗൻസ്റ്റ് ആയിട്ട് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, order made by the liquidator of a society in exercise of the powers conferred on him by section 73. രജിസ്ട്രാർക്ക് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ കൂടി എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അപ്പോൾ രജിസ്ട്രാറാണ് ലിക്വിഡേറ്റർക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ പറയുന്നതിൽ ഉപരിയായിട്ടുള്ള യാതൊരു പവേഴ്സും ലിക്വിഡേറ്റർക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും ലിക്വിഡേറ്റർ അയാൾക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പവേഴ്സ് അല്ലെങ്കിൽ ഉള്ള പവേഴ്സ് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ലിക്വിഡേറ്റർക്ക് അഗൻസ്റ്റ് ആയിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ആൻ ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 ഇൻ എക്സിക്യൂഷൻ ഓഫ് ദി അവാർഡ്. അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് അവാർഡ് എന്ന് പറയുന്നത്. ആ അവാർഡ് സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആരാണോ ആ അവാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അവർക്ക് അഗൻസ്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ അതല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിലോ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അഗ്രീവ്ഡ് പാർട്ടിക്ക് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ആൻ ഓർഡർ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 78. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ അത് തിരിച്ചടയ്ക്കാനായിട്ട് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ 2 or 3 നോട്ടീസ് കൊടുത്തിട്ടും അവർ യാതൊരു വിധത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസും കാണിച്ചിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നെയ്യാറ്റിൻകരയിൽ അങ്ങനെ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി വന്ന സമയത്ത് പോലീസുകാർ അതിൽ വേണ്ട രീതിയിൽ അല്ലാതെ ഇടപെട്ടിട്ട് ഒരു അച്ഛനും അമ്മയും കൂടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളൊരു ചിത്രം നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ചാർജ് ഉണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അപ്പം അങ്ങനെ കെയർഫുൾ അല്ലാതെ അറ്റാച്ച്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ഫൈനലി, ആൻ ഓർഡർ മെയ്ഡ് ബൈ എനി പേഴ്സൺ എക്സസൈസിങ് ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. ആരെയാണ് രജിസ്ട്രാർ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്കാണ് രജിസ്ട്രാറുടെ പവേഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ രജിസ്ട്രാറുടെ പവേഴ്സ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അഗൻസ്റ്റ് ആയിട്ടും അപ്പീൽ ഫയൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അപ്പീൽ എന്ന് പറഞ്ഞാൽ
ഒരു തീരുമാനം ആർക്കാണോ പ്രതികൂലമായിട്ട് വന്നിട്ടുള്ളത് അവർക്ക് അത് സ്വീകാര്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹയർ അതോറിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള പെറ്റീഷനെയാണ് നമ്മൾ അപ്പീൽ എന്ന് പറയുന്നത്. ഇനി റിവിഷൻ ആൻഡ് റിവ്യൂ അടുത്ത ക്ലാസ്സിലാവാം. താങ്ക് യു.